അപ്പോൾ ഇവിടെ കുറച്ച് മിക്സ്ഡ് ഫ്രാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അവയെ നമ്മൾ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റിനോട്ട് പോകാം. എന്താണ് 6/2 + 8/2 തമ്മിൽ കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ കൂട്ടാം. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഈ നമ്പർ ഇത് 6 ആണ്, ഇത് 8 ആണ്, ഇവ തമ്മിൽ ആദ്യം കൂട്ടാം. അതായത് 6 + 8 എന്ന് എഴുതി വെക്കാം. ആദ്യം ഇത്രയും വേണമെങ്കിൽ ഒരു ബ്രാക്കറ്റിലിട്ട് വെക്കാം, ഒരു പ്ലസ് ഇടാം. ഓക്കെ അല്ലേ? ഇനി ഫ്രാക്ഷൻസ് 1/2ഉം 1/2ഉം ഫ്രാക്ഷൻസ് അല്ലേ, അത് നമുക്ക് പ്രത്യേകം ഒന്ന് എഴുതി കൂട്ടാം. അപ്പോൾ 1/2 + 1/2. ഓക്കെ അല്ലേ? 6ഉം 8ഉം കൂടെ നമ്മൾ കൂട്ടി പ്ലസ് ഇട്ടു, 1/2ഉം 1/2ഉം കൂടെ കൂട്ടി 6ഉം 8ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് 14 കിട്ടും. പ്ലസ് 1/2 മീൻസ് ഇത് അരയല്ലേ, അരയും കൂടെ കൂട്ടിയാൽ നമുക്ക് 1 കിട്ടുന്നത്. 14 + 1 15 നമ്മുടെ ആൻസറായി. രണ്ടാമത്തെ ക്വസ്റ്റിനോട്ട് പോകാം. ഇവിടെ നമ്മൾ ഈ നമ്പറുകൾ, ഇൻറ്റിജറുകൾ, ഈ നമ്പറുകൾ നമുക്ക് കൂട്ടാം. 11 + 12 അത്രയും ഒരു ബ്രാക്കറ്റിലിട്ടൊരു പ്ലസ് ഇടാം. ഇവിടെ പ്ലസ് ഉള്ളത് കൊണ്ടാണ്. ഇവിടെ ഒരു 1/3 ഉണ്ട്, ഇവിടെ ഒരു 2/3 ഉണ്ട്, രണ്ടും കൂടെ കൂട്ടാം. ഫ്രാക്ഷൻസ് മാത്രം എടുത്ത് കൂട്ടാം. 1/3 + 2/3 അതിനെ നമുക്കൊരു ബ്രാക്കറ്റിലിടാം. 11 + 12 23 അതെഴുതി ഒരു പ്ലസ് ഇടാം. ഈ പ്ലസ് ആണ്. ഇത് നോക്കണ്ടേ, രണ്ടിനെയും ഡിനോമിനേറ്റർ 3 ആണ്. അപ്പോൾ 3 എഴുതിയിട്ട് ന്യൂമറേറ്ററായ 1ഉം 2ഉം കൂടെ കൂട്ടിയാൽ പോരെ, 1 + 2 ബ്രാക്കറ്റിലിടാം. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്ററുകൾ നമ്മൾ കൂട്ടി എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 23 + 1 + 2 3 അല്ലേ, 3/3 അല്ലേ, = 23 + 3/3 എന്ന് പറയുന്നത് 1 അല്ലേ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം നമ്പർ ആണെങ്കിൽ ആൻസർ 1 ആണ്. അപ്പോൾ 23 + 1 നമുക്ക് 24 എന്ന ആൻസർ കിട്ടി. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റിനിലോട്ട് പോകാം. കണ്ടോ അടുത്ത ക്വസ്റ്റ്യൻസ്. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? 7 4/7 - 4 1/7. ഇവിടെ നമുക്ക് 7ഉം 4ഉം കൂടി, നേരത്തെ നമ്മൾ കൂട്ടുകയായിരുന്നു, ഇവിടെ കുറയ്ക്കുകയാണ്, സബ്ട്രാക്ഷനാണ്. അപ്പോൾ 7ൽ നിന്ന് 4 കുറക്കാം, എന്നിട്ട് പ്ലസ് ഇടാം. എപ്പോഴും പ്ലസ് ഇട്ട് തന്നെ ചെയ്യാം. അടുത്ത ബ്രാക്കറ്റിൽ 4/7ൽ നിന്ന് എന്ത് കുറക്കണം, 1/7 കുറക്കണം. ഇത് ഞാനൊന്ന് ബ്രാക്കറ്റിട്ട് മാറ്റാം, 1/7 ബ്രാക്കറ്റിടാം. ഓക്കെ ആണല്ലോ? 7/4 എന്ന് പറയുന്നത് 3, നമുക്കൊരു പ്ലസ് ഇടാം. രണ്ടിനും ഡിനോമിനേറ്റർ 7 ആണ്. അപ്പോൾ 7 എഴുതിയിട്ട് 4ൽ നിന്ന് 1 കുറക്കാം, 3 കിട്ടും. നമുക്ക് 3 + 3/7 എന്ന് കിട്ടും. നമുക്കിത് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അടുപ്പിച്ചെഴുതാം. 3/7 ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഇത് നമുക്ക് സബ്ട്രാക്ഷനാണ്. എന്തൊക്കെയാണ്, ഇവിടെ ഒരു 25 ഉണ്ട്, ഇവിടെ ഒരു 10 ഉണ്ട്, തമ്മിൽ കുറക്കാം. 25 - 10 ഇതൊരു ബ്രാക്കറ്റിലിട്ട് വെച്ചിട്ട് പ്ലസ് തന്നെ നമുക്കിടാം. ഇത് 11/23 ആണ്, അത് എഴുതാം. ഈ മൈനസ് ചിഹ്നം ഇടാം. ഇത് 7/23 ആണ്, 7/23 ഇടാം, ബ്രാക്കറ്റിലിടാം. 25ൽ നിന്ന് 10 കുറച്ചാൽ നമുക്ക് 15 കിട്ടും, പ്ലസ് ഇടാം. ഇത് രണ്ടും ഡിനോമിനേറ്റർ സെയിം ആണ്, 23 ആണ്, അത് താഴെ എഴുതാം. ഈ 11ൽ നിന്ന് 7 കുറക്കാം, 11 - 7. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് 15 വേണത് ബ്രാക്കറ്റിലിട്ടേക്കാം. ഓക്കെ ആണല്ലോ? നമുക്ക് ഇനി 15 + 11ൽ നിന്ന് 7 കുറച്ചാൽ 4, 4/23. 15 + 4/23 വേണമെന്നൊക്കെ എന്ത് ചെയ്യാം, ഇതൊന്ന് കൂട്ടി എഴുതി വെക്കാം, അടുപ്പിച്ചെഴുതാം. 15 പ്ലസ് ചിഹ്നം മാറ്റിയിട്ട് 4/23 അങ്ങനെ എഴുതാം, 4/23. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? താങ്ക് യു.